അവൻ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഞാൻ മാത്രം ജീവിക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലങ്ങൾക്കുള്ള സൊല്യൂഷൻ സൂയിസൈഡ് ആണെന്ന് കരുതി. പക്ഷെ പിന്നീടാണ് അതൊരു പ്രോബ്ലമാണെന്ന് മനസ്സിലായത്. അത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഗെയിം ജയിക്കണം. ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് ഹോപ്പ്. ജയിച്ചാൽ ജീവിക്കാം, തോറ്റാൽ മരണം എന്നെ തൊടുകയില്ല. കാരണം ഐ ആം ഓൾറെഡി ഡെഡ്. ശിഷ്യ, അച്ഛാ, പറഞ്ഞാലും കുറുത്ത യുഗത്തിന്റെ അധിപൻ എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ? ധർമ്മത്തിനെ 4 പാതയിലും നടത്തുന്നതായിരിക്കും പ്രഭു. ത്രേത, അച്ഛാ, നിന്റെ കാര്യങ്ങൾ പറയൂ. ധർമ്മത്തിന് മാത്രമായി 3 വഴിയും അധർമ്മത്തെ വേറൊരു വഴിയിലൂടെയും നടത്തുവച്ച. ദ്വാപര, അച്ഛാ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? 2 പാതയിൽ ധർമ്മവും 2 പാതയിൽ അധർമ്മവും നടത്തുന്നതായിരിക്കും അച്ഛാ. കലി, കലി, എന്താ ഇത്? നീ എന്താ നഗ്നനായിരിക്കുന്നേ? എന്റെ യുഗത്തിൽ നടക്കുന്നത് ഇതൊക്കെയാ. ധർമ്മത്തെ സത്യത്തിൻ്റെതായ ഒരേ പാതയിൽ നടത്തുന്നു. എന്തിനു വേണ്ടി? അതിന് കാരണം നിങ്ങളായി തീരണമെന്ന് വിചാരിച്ച കുറെ മനുഷ്യർ കൃതയുഗത്തിൽ തപസ്സിരുന്നു, ത്രേതായുഗത്തിൽ യജ്ഞമിരുന്നു, ദ്വാപര യുഗത്തിൽ അവരുടെ ദാനകർമ്മങ്ങൾ അവരെ ഐക്യപ്പെടുത്തി. പക്ഷേ എന്റെ കലിയുഗത്തിൽ മാത്രം ആശകളെ നിരാശയാക്കൽ മാത്രമാണ് പോംവഴി. അത് ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു പാതയാണ്. എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? മൂഡ് പോയാൽ പിന്നെ എങ്ങനെയല്ലാതെ ചാടി കളിച്ച് നടക്കാൻ പറ്റുമോ? ഒന്ന് പോടാ. ദൈവം എന്നുള്ളത് സത്യമാണ്, ശാസ്ത്രം എന്നുള്ളതും സത്യമാണ്. ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം സത്യമാണ്, അതിന് മാറ്റമില്ല. നമ്മൾ കാണുന്നതിൽ എല്ലാത്തിലും ഒരു സത്യമുണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് അതിനെ വേർതിരിക്കുന്നത്. നമ്മുടെ ശരീരം വിട്ടുപോകുന്ന ആത്മാവ്. ആടുകൾ കൂട്ടത്തിൽ കൂടും. ആടെന്ന് വെച്ചാൽ ആരാ? അത് നമ്മള്.
ദൈവം എല്ലാവരും ഇങ്ങനെ നോക്കുകയല്ലേ, അല്ലാതെ വേറെ പണിയൊന്നുമില്ലേ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന രമേശ്, ബാനു, സിറീഷ്, ഉദയ്ക്ക് അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും ജന്മദിന ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. എന്താ നിങ്ങളുടെ തീരുമാനം? നിങ്ങളുടെ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ. അത് ജനിച്ചപ്പോഴേ വന്ന ക്വാളിറ്റിയാ വേദ, മാറ്റാൻ നോക്കിയാലും മാറില്ല. വേദ, നമ്മുടെ സമുദായം വളരെ മോശമാണ് മോനെ. നന്മയും തിന്മയും വാലും തലയും പോലെ അടുത്തടുത്ത മോനെ ഉള്ളത്. എന്നാ വാലിനറിയില്ല തലയുള്ളത്. തലയാണെങ്കിൽ ഉള്ള കാര്യം വാലിനെ അറിയിക്കൂല. എനിക്ക് നിന്റെ അച്ഛന്റെ സ്വത്തിന്റെ പങ്ക് മാത്രമല്ല, നിനക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ പങ്ക് കൂടി എനിക്ക് വേണം. ചേട്ടാ, ബിസിനസ് ലോണിന്റെ ഗ്യാരണ്ടിക്ക് വേണ്ടി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. സർ, ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. ഞാനൊന്നും ചെയ്തില്ല സർ. പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. വരാൻ. സോറി സർ, നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു. നിങ്ങൾ ഒപ്പിട്ട അഗ്രിമെന്റ് പ്രകാരം നിങ്ങളുടെ സ്ഥലം ഇനി ബാങ്കിൻ്റെതാ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, എന്നിട്ട് കേട്ടായിരുന്നോ? നമ്മുടെ നല്ല സ്വഭാവം ഇക്കാലത്ത് മനസ്സിലുണ്ടായാൽ മതി. ജീവിതത്തിൽ വന്നാൽ പിന്നെ നശിച്ചു പോവും. അച്ഛാ, അതങ്ങനെയൊന്നുമല്ല അച്ഛാ. അത് വേദ, എന്താ ഇത്? നീ എവിടെ പോകുന്നേ? നിങ്ങളെ പോലെ എനിക്കും എന്റേതായ തീരുമാനമുണ്ട്. ഡോണ്ട് ബി ഫൂളിഷ് വേദ. ഇതൊക്കെ എന്റെ പ്രശ്നം പോലെയാണല്ലോ നീ എന്താ സംസാരിക്കുന്നത്. അല്ലേ? 1-2 പ്രാവശ്യമല്ല, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നെ കൊണ്ടിരി പറ്റില്ല. അറ്റ്ലീസ്റ്റ് കുഞ്ഞിനെ ഓർത്തെങ്കിലും ഒന്ന് നിൽക്ക്. അതോർത്ത് തന്നെയാ പോകുന്നേ. നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കാം, പക്ഷെ കുടുംബം മാനേജ് ചെയ്യാൻ അറിയില്ല. വർഷം കൊണ്ടെടുത്ത തീരുമാനങ്ങൾ മാറുമ്പോൾ 20 വർഷത്തിന് ശേഷം എന്തൊക്കെ സംഭവിക്കും? എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഒരുപക്ഷെ ലവ് ലെറ്റർ ആയിരിക്കും. അവൻ അതിനൊന്നും കഴിവില്ലടാ, വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് വരാം. നല്ലവരായി ജനിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളും നമ്മുടെ കൂടെ തന്നെ ജനിക്കും. അതിൽ മുന്നേറി വരുന്നവർ മാത്രമേ ജയിക്കൂ. തോറ്റുപോകുന്നവര് പാതി വഴിയിൽ. എൻ്റെ പേര് ശിവറാം. ഹലോ ആൻറ്റി. വേദയും ഞാനും അറിഞ്ഞു. കോളേജിൽ പ്രൊഫസറായി വർക്ക് ചെയ്യുക, സുവോളജി. തനിക്ക് മൃഗങ്ങളെക്കുറിച്ചല്ലാതെ മനുഷ്യനെ കുറിച്ചൊന്നും അറിയില്ലേ?
ശരി, അത് പോട്ടെ. ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. എൻ്റെ ഡിസിഷൻ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് പോകാം. ദേ നോക്ക്, പെൺകുട്ടികളെക്കുറിച്ച് ഓരോ അച്ഛന്മാർക്കും 3 കാര്യങ്ങളാണ് മുഖ്യം. 1, മകൾ ഒരുത്തൻ്റെ കൂടെ പോയാൽ സുരക്ഷിതയായിരിക്കോ എന്ന്. 2, കംഫർട്ടബിളായി ഇരിക്കോ ഇല്ലയോ എന്ന്. 3, അവളെ കെട്ടിച്ചു വിട്ടാൽ അവൾ സന്തോഷവതി ആയിരിക്കണമെന്ന്. ഈ 3 നിന്നെ കൊണ്ട് പറ്റില്ല. പോയി പഠിപ്പിക്കാൻ നോക്കാം. പയ്യനെ കണ്ടിട്ട് നല്ല അറിവുള്ള പോലെയുണ്ട്. കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? എന്റെ പ്രശ്നം അത് തന്നെ. ബുദ്ധി കൂടുന്നവരും സ്നേഹിക്കാനുള്ള കഴിവ് കുറയും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നേ? ശിവറാം നല്ലൊരു മനുഷ്യനാ. അതാണ് പ്രശ്നം വേദ. അധികം നന്മയുള്ളവർ വിജയിക്കില്ല. അതൊരു വീക്ക്നെസ്സാ. എനിക്ക് അവന്റെ അച്ഛനെ അറിയാം. അവന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നവരെ ഭയങ്കര നന്മവരായിരുന്നു. ഇവനും അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ അച്ഛാ. നോക്ക്, ഇവന്റെ സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അവന് കെട്ടിച്ചേനെ. പക്ഷെ അവന് കൊടുക്കാൻ മാത്രമേ അറിയൂ, വാങ്ങാൻ അറിയില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ കടമ മക്കളെ വളർത്തുന്നത് മാത്രം. വേദ, നീ അച്ഛനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ പറഞ്ഞത് കറക്റ്റാ വേദ. കുട്ടികളെ വളർത്തുക എന്നുള്ളത് നമ്മുടെ കടമ. അതുകൊണ്ട് പറയാ, തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കി തരേണ്ട പ്രായം കഴിഞ്ഞു. ഇനി പറയില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. നിന്റെ പേരൻസ് എന്താ പറഞ്ഞേ? ഇനി അവരെന്റെ പേരൻസ് അല്ല. നമുക്ക് പോവാം. എന്തിനായാലും പേരൻസ് അല്ലേ, ഒന്ന് ആലോചിച്ച്. ശരി, നീ പറ. ഞാൻ വേറെ എന്താ ചെയ്യണ്ടേ?
കേൾക്കാൻ ആരുമില്ലെങ്കിലും അവസാനമായിട്ട് ഞാനൊന്ന് പറയാം. അടുത്ത ലൈഫ് ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ നല്ലവനായി ഒരിക്കലും ജനിക്കരുത്. നല്ല ഗുണങ്ങളോടുകൂടി ഒരിക്കലും ജനിക്കാൻ പാടില്ല. മഴ തോരുന്നവരെ ഞാനിവിടെ നിന്നോട്ടെ. ഇനി കയറങ്ങാൻ ഇവർ കണ്ടാല്? നിങ്ങൾ ഡോർ ലോക്ക് ചെയ്തായിരുന്നോ? എനിക്ക് സൈനസ് ഉള്ളത്. മഴ നനഞ്ഞാൽ കോൾഡാവും, പിന്നെ തലവേദനയാകും. ഇഫ് യു ഡോണ്ട് മൈൻഡ് അകത്തേക്ക് പോകാം. പുറത്ത് ഇത്രയും വലിയ മഴ ഉണ്ടായിട്ടും എങ്ങനെ ഇവിടെ നനയാതെ എത്തി? എനിക്ക് മഴ നനയാതെ മഴയത്ത് നടക്കാനാവും. ഞാൻ മനസ്സിൽ പറഞ്ഞത് നിങ്ങൾക്കെങ്ങനെ? മനുഷ്യൻ്റെ ചിന്ത ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. താൻ ഒറ്റയ്ക്കല്ലേ? കുഞ്ഞിന് അമ്മയുടെ ചായയാണല്ലോ. തോർന്നിട്ടില്ല. മഴ തോരാൻ ഇനിയും സമയമെടുക്കും. എന്ത് കൊടുങ്കാറ്റോ? ന്യൂസിലൊന്നും കണ്ടില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അത് കാലാവസ്ഥയാണെങ്കിലും അല്ല ലൈഫാണെങ്കിലും. നിങ്ങളെ വീട് എവിടെയാ? അത് നിങ്ങളെ മുന്നേ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചേ. ഞാനോ?
സ്കൂൾ ടൈമിൽ നിന്റെ അടുത്തിരുന്ന കുട്ടി നിന്റെ ബുക്ക് എടുത്തപ്പോൾ നിനക്കടി കിട്ടി, ഓർമ്മയുണ്ടോ? അത് നീയാ? പണ്ട് നിന്റെ വീടിന് മുൻപിൽ ഒരു പയ്യൻ ബലൂൺ വിറ്റിരുന്നു. അത് നീ തന്നെ? അവരെല്ലാം ഞാനാണെന്ന് വിചാരിക്കണ്ട. കോഫി കുടിക്കാം. കോഫി ഈ ടൈമിൽ? കോഫി നീ ഉണ്ടാക്കുവോ അതോ ഞാൻ ഉണ്ടാക്കണോ? കോഫി കുടിച്ചതിന് ശേഷം ക്ലാരിറ്റി തരുമോ? കണ്ടീഷൻ കോഫിയാണോ? ഇറ്റ്സ് ഓക്കെ. കോഫി ഞാൻ ഉണ്ടാക്കാം. നീ അവിടെ ഇരിക്കുക. എപ്പോഴും ഫിൽട്ടർ കോഫി തന്നെയാണോ? ഇൻസ്റ്റന്റിലേക്ക് മാറുന്നില്ലേ? മെയിൻ്റനൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇത് നിന്റെ ഐഡിയ ആണോ അതോ വൈഫ് വേദയുടെയോ? എന്നെ പറ്റി നിനക്കെങ്ങനെ അറിയാം? കോഫി കുടിക്ക്. നീയും വേദിയും ആദ്യമായി ഓർഫനേജിൽ വെച്ചാ കണ്ടുമുട്ടിയത്. എന്താ നിനക്ക് ഓർമ്മയുണ്ടോ? അതല്ല എല്ലാം പറയുന്നേ. അല്ല നീ എന്താ ചെയ്യുന്നേ? ഞാനോ? വാച്ച് ബിസിനസ്. യു മീൻ വാച്ചസ്? വാച്ചിങ്. ഈ മഴയൊന്ന് തീർന്നിരുന്നെങ്കിൽ ഇവൻ പോയേനെ. ആദ്യം മഴ തോരട്ടെ. പറയ്, ശിവരാമനെ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചത്? ഞാനാ ശിവറാം? ഞാൻ എന്തിനാ എന്നെ കൊല്ലുന്നേ? ആത്മഹത്യയും കൊലപാതകമാണ്. അത് ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? അതെന്റെ ജോലിയാ. പറയ്, വൈ? അതെന്റെ പേഴ്സണൽ വിഷയോ? ഇത് തന്നെ പോലീസ് ചോദിച്ചാലോ? സൂയിസൈഡ് ഒഫൻസ് അല്ലേ? നിങ്ങളൊന്ന് പോവുക, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഹാങ്ങിങ് ബാഡ് ഐഡിയ. പുതിയതായി എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്താലോ? രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ഞാൻ, രണ്ട് സൊസൈറ്റി. സ്വാർത്ഥത നിറഞ്ഞ സമൂഹത്തിലെ നിന്റെ ജീവിതം മാറ്റാനാവില്ല, പൊരുത്തപ്പെട്ട് ജീവിക്കാനും. അതുകൊണ്ട് ഈ തീരുമാനം. ഒന്ന് നിൽക്കൂ. അത് ഞാൻ എഴുതിയ സൂയിസൈഡ് നോട്ടാ. അറിയാം, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. കണ്ണാടിയിൽ നീ കണ്ടത് സത്യവും. നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? പ്ലീസ്. നിനക്ക് കൂടുതൽ അറിയണോ? പിന്നെന്തിനാ പോകാൻ പറഞ്ഞേ? അതല്ല ഇപ്പം ഇരിക്കാൻ പറയുന്നേ. പ്ലീസ്. കണ്ണാടിയിൽ. നീ ഇപ്പം എന്താ കോളേജിൽ പോകാത്തത്? പോവാൻ തോന്നിയില്ല. പഠിപ്പിച്ചു മടുത്തോ? ജീവിതം തന്നെ മടുത്തിരിക്കുക. അല്ല ഇപ്പം അതൊക്കെ എന്തിനാ? അതിനാണോ കയർ? അത് നിനക്കാണോ അതോ ശിവരാമനോ? വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കല്ലേ? നീ വീണ്ടും വീണ്ടും അതാ ചെയ്യുന്നത്.
നിനക്കെന്താ മനസ്സിലായില്ലേ? ലെറ്റ്സ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഒരു ഗെയിം കളിച്ച് സംസാരിക്കാം. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. അത് നിന്റെ ഫീലിംഗ് മാത്രമാണ്, പക്ഷെ ഫാക്റ്റ് അത് വേറെയാ. വാട്ടെവർ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിൽ സൊല്യൂഷൻ ഇല്ലെങ്കിലും നിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടോ? ഇതാണ്. ഇതോ? എങ്ങനെ? ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതിന് പിന്നിലെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയണം. റൂൾസ് എന്തൊക്കെയാ? ജീവിക്കാൻ പ്രത്യേകിച്ച് റൂൾസ് ഇല്ല. ഒന്നെങ്കിൽ ചതിക്കണം, അല്ലെങ്കിൽ ചതിക്കപ്പെടാതെ ജീവിക്കണം. ബട്ട് നന്നായി പെരുമാറാൻ അറിയണം. ഇതും അതുപോലെ തന്നെയാണ്. എൻ്റെ സ്റ്റെപ്സിനൊപ്പം നീ കളിക്കണം. എൻ്റെ കോയിൻ്റെ അടുത്ത് നിൻ്റെ കോയിനും വെക്കണം. നീ എൻ്റെ കോയിൻ്റെ കളർ മാറ്റണം. സിമ്പിൾ. പ്രധാനപ്പെട്ട കാര്യം ആദ്യം ആര് മാറ്റിയെന്നതല്ല, അവസാനം ആരാണ് കൂടുതൽ മാറ്റിയതെന്ന. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെയും നല്ലതും ചീത്തയും പോലെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും മാറാം. ഈ ഗെയിമിൽ നടക്കാൻ പോകുന്നത് അതാ. നീ ഏത് കളറാണ് എടുക്കുന്നേ? ഡാർക്കിലല്ലേ ഉള്ളത്, അപ്പോൾ വൈറ്റ് എടുത്തു. ആദ്യം ആരാ? വെളിച്ചമില്ലാത്ത അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇരുട്ട്. അപ്പോൾ ഞാൻ ആദ്യം. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നീ ആദ്യം. ഞാനെല്ലാം നേരത്തെ പറഞ്ഞതല്ലേ, കളി തുടങ്ങിയാലേ എല്ലാം മനസ്സിലാകുമെന്ന്. കളിക്ക്. ഇനി പറ, എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചേ? ഈ സൊസൈറ്റി എനിക്ക് സെറ്റ് ആവുന്നില്ല. ഈ പ്രശ്നം നിന്റെയോ ശിവരാമൻ്റെയോ? ഇതേ ചോദ്യം എത്ര തവണയാണ് ചോദിക്കുന്നത്? നീ സത്യം അറിയുന്നതുവരെയും ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. ട്രസ്റ്റ് മീ. എല്ലാവരും വിശ്വസിച്ചാൽ എൻ്റെ ജീവിതം എങ്ങനെയായത്? നിനക്ക് ജീവിക്കാൻ അറിയില്ല. ഹ്യൂമൻ റിലേഷൻസ് ആർ ഓൾവേസ് എക്കണോമിക്കൽ റിലേഷൻസ്. അതുകൊണ്ട് തന്നെയാ വേദ എന്നെ ഒഴിവാക്കി പോയത്. അങ്ങനെ അവൾ പോയത് തെറ്റാണോ? തീർച്ചയായിട്ടും. എങ്ങനെ? അതൊക്കെ എനിക്കറിയാം. നിനക്കറിയില്ല. നിനക്കറിയില്ല, അതാ സത്യം. ഞാൻ പ്രൊഫസറാന്നുള്ള കാര്യം മറക്കണ്ട. എങ്കിൽ ശരി, വേദ എന്തിനാ പോയത്? നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ, അതോ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ? രണ്ടുമല്ല. മൂന്നാമതെന്താ? എൻ്റെ കൂടെ അവൾ ഹാപ്പി അല്ലെന്ന് പറഞ്ഞു, സെക്യൂർഡ് അല്ലെന്ന് പറഞ്ഞു, ഫ്യൂച്ചർ റൂട്ടും ഗ്യാരണ്ടി അല്ലെന്ന് പറഞ്ഞു. അതാ സത്യം എന്ന് കരുതിയോ? ഇതൊക്കെ സത്യം എന്നാണ് അവൾ വിചാരിക്കുന്നത്. പിന്നെ ഏതാ സത്യം? ഞാൻ ചതിക്കപ്പെടുക എന്നുള്ളതാ സത്യം. എന്നോടുള്ള സ്നേഹം പോയി എന്നുള്ളതാ സത്യം. സ്നേഹമില്ലാതെയാണോ നിന്റെ കുഞ്ഞിന് ജന്മം കൊടുത്തത്? അതിന് സ്നേഹം ആവശ്യമില്ല, രണ്ടുപേരും കൂടി ചേർന്നാൽ പോരെ. അത് നിന്റെ ഫീലിംഗ്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകുന്നത് പോലെ പറയും. നിന്നോടെന്തിനാ പറയുന്നേ? ശിവരാമൻ ആവശ്യമുണ്ടെങ്കിൽ പറ. Crazy. ഐ വാസ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ. എന്നാൽ ഞാൻ വളർന്നു വന്ന രീതി അതുപോലെയല്ല. നീ എന്താ പറയുന്നത്? ഒന്നോ രണ്ടോ, കഴിക്കാനില്ലാത്തവൻ, കയ്യിൽ പണമില്ലാത്തവൻ, ഇങ്ങനെ ഓരോരുത്തരും മറ്റൊന്നിനെ ആശ്രയിച്ചായിരിക്കുന്നത്. അവസാനം ഏതയോ അങ്ങനെയായി.
ശിവറാം, വാസു വന്നിട്ടുണ്ട്. ആ വാസു ഇരിക്കേ. എന്തൊക്കെയുണ്ട്? സുഖാണ് ചേട്ടാ. ചേട്ടനോ? ഗുഡ്. എനിക്ക് ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഓ കൂൾ. എൻ്റെ അടുത്ത് കുറച്ച് എമൗണ്ട് ഉണ്ട്, പക്ഷെ എല്ലായിടത്തും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടും ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല ഏട്ടാ. ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ. ഷുവർ. എത്ര വേണം? ഒരു 5 crores. 5 കോടിയോ? അത്രയും ലിക്വിഡ് ക്യാഷ് ഇപ്പോ? അല്ല, ഞാനിപ്പോൾ ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഗ്യാരണ്ടി ചോദിക്കുന്നതുകൊണ്ട് ചേട്ടൻ കുറച്ച് പണം സഹായിക്കുകയാണെങ്കിൽ. യാ, ദാറ്റ് വർക്ക്സ്. എൻ്റെ ലാൻഡ് പേപ്പേഴ്സ് സെക്യൂരിറ്റി ആയിട്ട് തരാം. നീ പേപ്പർ വർക്ക്സ് ഒക്കെ തുടങ്ങിക്കോ. താങ്ക്സ് ചേട്ടാ. അപ്പോൾ ഞാൻ പോയിട്ട് പണി നോക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. എന്നാ ഞാൻ വരട്ടെ ഏട്ടാ. ഞാൻ പോയിട്ട് വരാം. ഇവന്റെ സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അവന് കിട്ടിച്ചേനെ. പക്ഷെ അവന് കൊടുക്കാൻ മാത്രമേ അറിയൂ, വാങ്ങാൻ അറിയില്ല. ചെയ്യുമ്പോ ഒന്ന് ആലോചിച്ച് ചെയ്തൂടെ? ചോദിക്കുമ്പോ തന്നെ കൊടുക്കാനിരിക്കുകയാണോ? എന്ത് ബിസിനസ്സാ? എപ്പോ പണം തിരിച്ചു വരും? എന്തെങ്കിലും ചോദിച്ചോ നിങ്ങള്? അവനെന്റെ അനിയനാ വേദ. നന്മയുള്ളവര് തിന്മ തിരിച്ചറിയില്ല, തിന്മ ചെയ്യുന്നവരിലെ നന്മ ഉണ്ടാകുകയില്ല. എന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഹലോ ശിവറാം. ആ ഹലോ സർ, കോഫി എടുക്ക്. ഓക്കെ. വേണ്ട, അതൊന്നും വേണ്ട. നിന്റെ ചെറിയച്ഛൻ കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സ്വത്തിന്റെ പകുതി വേണമെന്ന് പറഞ്ഞ്. ഇങ്ങനൊരു സമയത്ത് പേരൻസ് നിന്റെ കൂടെ ഉണ്ടാവണമായിരുന്നു. നോ പ്രോബ്ലം. അത് പരമ്പരാഗതമായി ലഭിച്ച സ്വത്തല്ല, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സംഭവിച്ചാണെന്ന് തെളിയിക്കുന്ന രേഖയാണിത്. നിങ്ങളൊന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഫയൽ ചെയ്യാം. അതൊന്നും വേണ്ട. പണത്തെക്കാളും വലുത് എനിക്ക് മനുഷ്യരാ. ഈ ചെറിയ കാര്യം തന്നെ ഇത്രയും വലിയ പ്രശ്നമാക്കുന്നേ? ചെറിയ കാര്യമാണോ ഇത്? ഇതാണോ ചെറിയ കാര്യം? ഇത് നിന്റെ ലൈഫ് മാത്രമല്ല, നിന്നെ വിശ്വസിച്ച ഞാനും കുഞ്ഞും ജീവിക്കുന്നേ. ഉള്ളതൊക്കെ നാട്ടുകാർക്ക് കൊടുത്താൽ എങ്ങനെയാ? ഞാനും കുഞ്ഞും എന്താ വിഷയം എടുത്ത് ജീവിക്കണം? നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ഈ ക്വാളിറ്റി കണ്ടു തന്നെയല്ലേ എന്നെ കല്യാണം കഴിച്ചേ. ഇപ്പൊ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? മാറിയത് നീയാണോ ഞാനാണോ? ഞാനാ ശിവറാം. ഞാൻ മാത്രമല്ല, കല്യാണം കഴിയുമ്പോ എല്ലാരും മാറും. അത് നിന്റെ സ്വാർത്ഥത. ഇപ്പൊ നീ പറഞ്ഞ സ്വാർത്ഥതയാണ് എന്റെ സെക്യൂരിറ്റി. നാളെ എന്റെ അവസ്ഥ എന്താവും? ഫസ്റ്റ് ടൈമായി നിന്നോട് സംസാരിക്കുന്നതിന് എനിക്ക് നാണക്കേടാവും. ശിവറാം, അവനാണോ? അകത്തുണ്ട്, പോയി കണ്ടോ. നല്ല പരിക്ക് പറ്റിയെന്ന് തോന്നല്ലോ. ആ അതെ സർ, ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ടുണ്ട്. എവിടെ വെച്ചാ സംഭവിച്ചേ? രാജേന്ദ്ര നഗർ സർ. ആ സ്ഥലത്ത് സർവേലൻസ് ക്യാമറ ഒന്നുമില്ല. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിരുന്നോ? നല്ല ഇടി അടിച്ചല്ലേ? ഈ ആക്സിഡന്റ് കാരണം ഞാനല്ല സർ, വഴിയിൽ ജീവന് വേണ്ടി പടയുന്നു കണ്ട് രക്ഷിച്ചതാ.
ആക്സിഡന്റിന് ശേഷം എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. ഞാൻ ചെയ്തിട്ടില്ല സാർ. നടക്ക്, സ്റ്റേഷനിലെ കിടക്ക്. സാർ എന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തിനൊരു ലിമിറ്റുണ്ട് ശിവറാം, നല്ലതിന് ചീത്തയ്ക്കും. എന്റെ അച്ഛനെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നേ, നിനക്ക് കുടുംബം നോക്കാൻ പറ്റില്ലെന്ന്. ഏതൊരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സെക്യൂരിറ്റി, പിന്നെ ലൈഫിന് ഗ്യാരണ്ടി. ഇതിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ഞാൻ അതുകൊണ്ട് അവസാനമായിട്ട് പറയാം, ഞങ്ങൾക്ക് വേണ്ടി അവരെല്ലാം ഉപേക്ഷിക്കുന്നോ അതോ അവർക്ക് വേണ്ടി ഞങ്ങളെ ഉപേക്ഷിക്കാനാണോ? ആലോചിക്കേ. നിന്റെ തീരുമാനം നാളെ രാവിലെ പറയണം. എന്താ നിങ്ങളുടെ തീരുമാനം? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ. അത് ജനിച്ചപ്പോഴേ വന്ന ക്വാളിറ്റിയാ വേദ. മാറ്റാൻ നോക്കിയാലും മാറില്ല. വേദ, നീ എന്താ ചെയ്യുന്നേ? നിങ്ങളെ പോലെ എനിക്കും എന്റേതായ തീരുമാനമുണ്ട്. ഇതൊക്കെ എന്റെ പ്രശ്നം പോലെയാണല്ലോ നീ സംസാരിക്കുന്നേ. എന്താ അല്ലേ? ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ. അതോർത്ത് തന്നെയാ പോകുന്നേ. നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കാം, പക്ഷെ കുടുംബം മാനേജ് ചെയ്യാൻ അറിയില്ല. ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കുന്നേക്കാളും നല്ലവനായിട്ട് ജീവിക്കുന്ന ആ കഷ്ടം. ഈ മുഴുവൻ ലോകവും സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞതാ. ഐ ലോസ് മൈ മണി, ഐ ലോസ് മൈ ഹാപ്പിനെസ്. അതുകൊണ്ട് തന്നെ തീരുമാനിച്ചു, ഞാൻ ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്ത് ജീവിക്കാൻ യോഗ്യനല്ലെന്ന്. ഇതും വേദയുമായിട്ട് എന്താ ബന്ധം? ചുറ്റുമുള്ളവർ എൻ്റെ ഉള്ളിൽ ഭയം വളർത്തി. എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ ബലവും ഇല്ലാതാക്കി. ഇവിടെയുള്ള എല്ലാവരും അട്ടകളെ പോലെയാണ്. അടുത്തുള്ളവന്റെ മേലൊട്ടി രക്തം മുഴുവൻ ഊറ്റി കുടിക്കുകയാണ്. തെറ്റ് നിന്റേതാ. യെസ്, 100% നിന്റേതാ. അതേടാ, നീയും അതുപോലുള്ള ഒരുത്തനല്ലേ. അതുകൊണ്ട് തന്നെ നിനക്ക് ആ തെറ്റ് മനസ്സിലാവില്ല. നീ മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ. ഞാനെന്ത് മനസ്സിലാക്കിയില്ലെന്നാ? ശബ്ദം ഉണ്ടാക്കരുത്. എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? എന്റെ വീട്ടിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ ബോധമില്ലാതെയാ സംസാരിക്കുന്നേ. അതേടാ, ഞാൻ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തു ചെയ്യും? മതി വർത്താനം, ഇറങ്ങ്. ഇനി എന്ത് നോക്കിക്ക? ഇവിടുന്ന് ഇറങ്ങി പോടാ.
ഇവനൊരു മണ്ടനാണെന്നാ കരുതിയിരുന്നേ. ഇപ്പൊ കൺഫേമായി. മണ്ടനല്ല, പെരുമണ്ടനാന്ന്. ഇവൻ എന്താ ചെയ്യണമെന്ന് ഇവന് പോലും അറിയില്ല. ഇതെങ്ങനെയാ പോസിബിൾ ആവുന്നത്? ഇവൻ കുടിച്ച കള്ളൊക്കെ ഇറങ്ങിപ്പോയോ? നീ എന്തിനാ പുറത്തേക്ക് പോകുന്നേ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീ ചുറ്റും നോക്കേണ്ട ആവശ്യമില്ല. നേരെ നോക്ക്. അവിടെയല്ല, ഇവിടെ. ഇതാണ് ഞാൻ. ഞാൻ സമയമാണ് സംസാരിക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്നും നമ്മൾ കാണുന്നതല്ലേ. ഇവനെന്താ ഇങ്ങോട്ട് വരുന്നത്? ഇരിക്കാൻ പോകണോ? ഡാടാ ഇരിക്കില്ല, ഞാൻ ചത്തുപോകും. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അല്ല, എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? അവൻ വെറും ഒരു ആത്മാവാ, കനമൊന്നും ഉണ്ടാവില്ല. അവന് ഖനമില്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ചാവൻ അത്രയൊക്കെ മതി. ദൈവമേ, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്താണ് ഇവനിങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഇവിടെ നടക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? നിങ്ങളിതെങ്ങനെ സംസാരിക്കുന്നേ? ഞാനിതെങ്ങനെ കേൾക്കുന്നേ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ലക്ഷ്മി ഗണപതി മൂവി മേക്കേഴ്സ് അവതരിപ്പിക്കുന്ന രാജകുമാരിയുടെ മുറി 1 2 3 4 5. ഇവിടെ ചുമരിലിരുന്ന് നീ ഒരുപാട് പടമൊക്കെ കണ്ടല്ലേ? അവനെ വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ കാര്യം പറ. ഞാൻ എന്തിനാ പറയുന്നേ? നിന്റെ മുറിയിൽ പോയി നോക്ക്. ബ്രോ, അത് നിങ്ങൾ തന്നെയാണ് ബ്രോ. എന്താ വല്ലാണ്ട് ഷോക്കായി പോയോ? അത്രേ ഉള്ളൂ, കളി കഴിഞ്ഞു, ഷട്ടറും താത്തി കഴിഞ്ഞു. നീ എന്തിനാ ഷോക്കായിരിക്കുന്നേ? ചാവാൻ തന്നെയായിരുന്നല്ലോ നിന്റെ തീരുമാനം. തീരുമാനിച്ചതൊന്ന്, സംഭവിച്ചത് മറ്റൊന്ന്. ഇപ്പൊ വേറെ ഒരു ആത്മാവായി പോയല്ലോ ശിവരാമൻ. നമ്മുടെ ചേട്ടന്റെ കാര്യം പോക്കാണ് കേട്ടോ. അല്ല, നിങ്ങൾ ഇത് പറ, ഇനി എന്താ ചെയ്യാൻ പോന്നേ? ഇദ്ദേഹം പിന്നെ വലിയ മനുഷ്യനല്ലേ, രണ്ടുപേരും ചേർന്ന് ഭജന പാടാൻ നോക്ക്. എടാ പല്ലി, വാലാട്ടുന്ന പോലല്ല ഡാൻസ് കളിക്കുന്നത്. നിന്റെ കാലം തെറ്റിയാണെങ്കിൽ താഴെ കിടക്കും. നമസ്കാരം. ഈ ചെറിയ ലോകത്തിലേക്ക് നിങ്ങളെ വരവേൽക്കുന്നു. നിങ്ങളുടെ യൂസർ ID ശിവറാം. പാസ്വേഡ് എങ്ങനെയാ മരിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. നീ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്താണോ കണ്ടത്, അടുത്ത ജന്മത്തിൽ നീ അതായിരിക്കും. അല്ല, നീ എന്തിനാ കണ്ടേ? ബ്ലഡി കോക്രോച്ച്. അവൻ എന്നെ തന്നെയാടാ കണ്ടത്. അല്ല, മരിക്കുന്നതിന് മുമ്പ് ചിക്കൻ കഴിക്കുന്ന എന്നെയല്ലേ നീ കണ്ടത്? നിന്റെ വായിൽ ഞാൻ ഹിറ്റ് അടിക്കും. നിന്നെ അല്ലടാ കണ്ടത്, ചുമരിലിരുന്ന് എന്നെയാണ് അദ്ദേഹം കണ്ടത്. അവനല്ലെങ്കിലേ പ്രശ്നത്തിലിരിക്കുക. അതിനിടയ്ക്ക് കൂടുതൽ നിങ്ങൾ അവനെ കുഴപ്പിക്കാതെ. സ്നേഹമുള്ള വിശാല മനസ്കനായ ശിവരാമ, നിങ്ങളുടെ കർമ്മഫലം കൊണ്ടാണ് നിങ്ങൾ മരിച്ചത്. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സത്യം. അല്ല, ഇനി തലയാട്ടിട്ട് എന്താ കാര്യം? ഈ പല്ല് നിന്റെ ബെഡിലേക്ക് വീണിട്ട് നീ എഴുന്നേക്കുന്നതാണോ നീ വിചാരിക്കുന്നത്? ഞാൻ മരിച്ചിട്ടില്ല. വിഷം കുടിക്കാതെ തൂങ്ങാതെ ഞാൻ എങ്ങനെ മരിക്കാനാ? അതെ, ശരീരം ഇല്ലെന്നല്ലേ ഉള്ളൂ, ബോധമുണ്ടല്ലോ. നീ എന്തായി നോക്കുന്നേ? ഞാൻ പറയുന്ന വിശ്വാസമാവുന്നില്ലേ? ഇവിടെ ഈ കാണുന്നതിനെയും കേൾക്കുന്നതിനേക്കാളും കൂടുതൽ എന്ത് തെളിവാ നിനക്ക് വേണ്ടത്? എന്താ ബ്രോ, നിങ്ങൾ തന്നെയല്ലേ ചാവൻ തീരുമാനിച്ചത്? പിന്നെ ഇപ്പോഴെന്തിനാ നിലവിളിക്കുന്നത്? നിലവിളിച്ചതുകൊണ്ട് ഇവിടെ ഒരു കാര്യമില്ല. സത്യവാ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചതാ. പക്ഷേ എനിക്കൊന്നും അറിയില്ല, അത് വിട്ടേക്ക് ബ്രോ. അതെ അതെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഒരു കാര്യം പോലും നടന്നില്ല. ചതിക്കപ്പെട്ടവനായി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ ബെറ്റർ എന്ന് വിചാരിച്ചു. ഞാൻ മരിച്ച പ്രോബ്ലംസ് തീരുന്നു വിചാരിച്ചു. അതോടെ ഈ ലോകത്തു നിന്നുള്ള കണക്ഷൻ തന്നെ ഇല്ലാതാവുമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് തെറ്റായിപ്പോയി. എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്നു, പറയുന്നതും കേൾക്കാം. ഇനി ഞാൻ വേറെന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഇവിടെ എങ്ങനെ ജീവിക്കും? എത്ര നാൾ ഇവിടെ ഉണ്ടാവും? ഇനി അങ്ങോട്ട് എന്റെ അവസ്ഥ എന്താവും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ ഈ കാര്യം ആരോടെങ്കിലും പറയണം. ആരോടെ പറയാൻ പോകുന്നേ?
ആരോടാണെന്നോ ആദ്യം ആരെ കാണുന്നോ അവരോട് പറയും. എന്റെ ബോഡി ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിനക്കതിന് കഴിയില്ല. നീ സംസാരിക്കുന്നത് ജീവനുള്ളവർക്ക് കേൾക്കില്ല. നിന്നെ ആർക്കും കാണാനും കഴിയില്ല. നീ പറയുന്ന കള്ളവാ. കുറച്ചു മുന്നേ എന്നോട് ഒരാൾ സംസാരിച്ചാ അയാൾ എന്തായാലും സഹായിക്കും. ആര്? ആ തൊപ്പിക്കാരനോ? മോനെ, ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ അദ്ദേഹോ? അവന്റെ അടുത്ത് പോയി സഹായം ചോദിക്കാനാണോ? ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ മരിച്ചതിന് കാരണം അയാളാണെന്നോ? ആ, മരണത്തിനല്ല, ചാവാൻ തീരുമാനിച്ച നിന്റെ തീരുമാനത്തിന്. എടോ, വെറുതെ വളഞ്ഞ മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നടന്ന എന്താന്ന് അങ്ങ് പറ. ഒരു എത്തു പിടിയും കിട്ടാൻ നിൽക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നീ ആരോടൊപ്പം ചേർന്നാണോ ഈ കളിയെല്ലാം കളിച്ചത്? നീ ആരെയാണോ പിടിച്ചു തള്ളി പുറത്താക്കിയത്? അവൻ വേറെ ആരുമല്ല, കലി. കലിയോ? എന്നുവെച്ചാ? ബ്രോ, നിങ്ങൾ ശരിക്കും മാഷാണോ അതോ റെക്കമെൻഡിൽ ജോലി കിട്ടിയതാണോ? നിനക്ക് കലി ആരാണെന്ന് പോലും അറിയില്ലേ? ഞാനും കലിയും തമ്മിൽ എന്താ ബന്ധം? അവന് നിന്റെ കൂടെ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരുമായി ബന്ധമുണ്ട്. കലി ഈ യുഗത്തിന്റെ അധിപതി. ആതല വിതല സുതല തലാതല മഹാതല രസാതല പാതാള ഭൂലോക ഭുവർലോക ധ്രുവർലോക സുവർലോക മഹർലോക ജലോലോക തപോലോക, ഇങ്ങനെ എല്ലാ ലോകവും ചേർന്ന കലിയുഗത്തിന്റെ അധിപൻ. അവൻ കാലത്തെ നിയന്ത്രിക്കുന്നവൻ, ജീവജാലങ്ങളുടെ സമയം വെച്ച് കളിക്കുന്നവൻ. നിന്റെ ആശകൾ നിറവേറ്റും, നിന്നെ കൊണ്ട് ആശിപ്പിക്കും, അത് നിനക്ക് ലഭിക്കാതെയും നോക്കും. അവൻ രൂപമില്ലാത്ത ഒരു രാക്ഷസൻ. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുത്തനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവനെ അപമാനിച്ച് തള്ളി പുറത്താക്കിയില്ലേ? അവൻ വേണമെന്ന് കരുതിയാൽ വഴി കാണിച്ചു തരും, വേണ്ടെന്ന് തീരുമാനിച്ചാൽ പിന്നെ വഴി കാണില്ല. അങ്ങനെയുള്ള ഒരാള് എന്റെ ലൈഫിൽ എന്തിനു വേണ്ടി വന്നാ? അത് അവന് മാത്രമേ അറിയൂ. ഇങ്ങോട്ട് നോക്കൂ. സമയം നടന്നത് എന്തായാലും നടന്നു കഴിഞ്ഞു. വേറെ വഴിയൊന്നുമില്ലേ? ഇല്ല, സംഭവിച്ചു കഴിഞ്ഞതിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനും മാത്രമാണ് ഞാൻ സാക്ഷി. നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിഞ്ഞാലും അത് പറയാനുള്ള അനുമതി എനിക്കില്ല. കാരണം ഞാനും ആ കലിയുടെ ബന്ധനത്തിൽ തന്നെയാണുള്ളത്. ചാവാൻ തീരുമാനിച്ച നീ ചത്തില്ലേ? ഇനി എന്താ നിന്റെ പ്രശ്നം? സൂയിസൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരത് ചെയ്തതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കും. എന്നാ ചെയ്തതിന് ശേഷമാണ് ശരിയായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എന്നെപ്പോൾ ഉള്ളവർ മനസ്സിലാക്കും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ബോഡി ഇങ്ങനെ ജീവനില്ലാതെ കാണാൻ കഴിയില്ല. എനിക്കെന്റെ കുഞ്ഞിനെയും ഭാര്യനെയും ഓർമ്മ വരിക. എന്റെ ഹൃദയം പിടിച്ച് ആരോ ഞെരുക്കുന്നത് പോലെയുണ്ട്. അത് ജീവിക്കാനുള്ള ആശയാണോ അതോ ജീവിക്കാൻ പറ്റാത്തതിന്റെ വേദനയാണോ? ഒന്നും എനിക്കറിയില്ല. ഇനി എത്ര നാളാ ഇങ്ങനെ? എന്താ ചെയ്യണ്ടേ? എവിടെ പോണം?
നീ തന്നെ നിന്റെ ബോഡി അടക്കിയല്ലേ? എന്താ ഫീൽ ചെയ്യുന്നേ? നിന്റെ പേടി എനിക്കിഷ്ടമായി. വാ, ഇരിക്ക്. ഞാൻ ആരാണെന്നറിയാതെ അത്രയും സംസാരിച്ചതല്ലേ? എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നില്ലേ? അപ്പോൾ എൻ്റെ പേര് കേട്ടിട്ടോ? ശരി, ചത്ത പാമ്പിനെ എങ്ങനെയാ വീണ്ടും കൊല്ലുന്നേ? വാ, ഇരിക്ക്. ഇരിക്കാൻ. പറയിശൂരാം, എന്തൊക്കെയുണ്ട്? എന്താ നിന്റെ മാനസികാവസ്ഥ? ഇപ്പോൾ ബോധം വന്നോ? നിങ്ങളിപ്പോൾ വീണ്ടും എന്തിനാ വന്നേ? ഈ ചോദ്യം എന്നോട് ആദ്യം ചോദിച്ചത് നീയാ. അതുകൊണ്ടാ നിന്നെ എനിക്ക് ഇഷ്ടമായത്. വേഗം പറയ്, നിന്റെ ഫീലിംഗ് എങ്ങനെയുണ്ട്? പറയ്. ഇമോഷൻസ് വെച്ച് കളിക്കുന്നോ? നിങ്ങളൊരു മനുഷ്യരാണോ? ഞാൻ മനുഷ്യനാണെന്ന് ആര് പറഞ്ഞു? എൻ്റെ വിരൽത്തുമ്പിൽ കറങ്ങുന്ന സമയമാണോ പറഞ്ഞേ? അല്ലെങ്കിൽ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ പല്ലിയാണോ പറഞ്ഞേ? ആരാണെങ്കിലും എന്താ, അതന്നെയല്ലേ ചെയ്യുന്നേ? നെക്സ്റ്റ് മൂവ് ആരുടെയാ? എൻ്റേതാണോ? ഞാൻ പറയുന്നത് എന്താ മനസ്സിലാവുന്നില്ലേ? ഞാൻ ഈ കളി കളിക്കാൻ തന്നെ കാരണം എന്തുകൊണ്ടാ കണ്ണാടിയിൽ എൻ്റെ മുഖം വരാത്തെന്ന് അറിയാനാ. അതൊഴികെ ബാക്കിയെല്ലാം പറഞ്ഞു. ഈ പറഞ്ഞതിന് ശേഷം എന്തിനാ കളിക്കുന്നേ? നീ വളരെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനിയും മനസ്സിലാക്കാൻ എന്തൊക്കെ ബാക്കി കിടക്കുന്നു? ആകാംക്ഷ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. ഞാൻ കളിക്കില്ല. അതെയോ? അത് നമുക്ക് നോക്കാം. അത് പോട്ടെ, നീ വിഷവും കുടിച്ചില്ല, തൂങ്ങിയതുമില്ല. എങ്ങനെയാ നീ മരിച്ചത്? ബോഡി നീ തന്നെ അടക്കി കഴിഞ്ഞു. എന്താ നിന്റെ അവസ്ഥ? എത്ര നാൾ ഇങ്ങനെയിരിക്കും? ഇനിയും എത്ര വേദന സഹിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്കിപ്പോൾ പ്രായം 30. നിനക്കിനി എത്ര നേരം ബാക്കിയുണ്ടെന്നറിയോ? എൻ്റെ കൂടെ എന്തിനാ ഇത് കളിക്കുന്നതെന്നറിയോ? വിശപ്പില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നു, ആശയില്ലാത്തവന് ആശ കൊടുക്കുന്നതും എല്ലാം ഒന്ന് തന്നെ. പോവാൻ നോക്ക്.
അതൊന്നല്ല എന്ന് വൈകാതെ നീ അറിയും. സോറി ശിവറാം, നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് നിന്നോട് ദേഷ്യവും വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല പോയത്. നിനക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയ നീ എപ്പോഴും ചതിക്കപ്പെട്ടോണ്ടിരിക്കുക. പക്ഷെ ഇത് ഞാനും കുഞ്ഞും നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോഴെങ്കിലും നിനക്ക് മാറ്റം ഉണ്ടാവും കരുതി ഞങ്ങൾ പോവാ. ഐ ലവ് യു ശിവറാം. ഈ ലൈഫിൽ നമ്മൾ ഒരുമിച്ച് കുഞ്ഞിന്റെ കൂടെ ജീവിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. എന്താ ഇതിന്റെ അർത്ഥം? നിന്റെ ആഗ്രഹം വളർത്താൻ അതിന് എന്റെ ലൈഫ് വെച്ച് കളിക്കണോ? ഞാൻ എല്ലാരോടും ഇങ്ങനെ. എന്തിന്? വെറുതെ ചെയ്ത? വെറുതെ ആണല്ലേ? ഞാൻ കാണുന്നത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കുക? അതിനുള്ള പ്രൂഫ് എന്താ? എന്താ പ്രൂഫ് വേണോ? എങ്കിൽ നീ കേട്ടോ. ഇതെന്താണെന്നറിയോ? നിന്റെ ഹൃദയമിടിപ്പ്, യുവർ ഹാർട്ട് ബീറ്റ്. എത്ര നേരം ഇത് കേട്ടോണ്ടിരിക്കും? അങ്ങോട്ട് നോക്ക്. തല കറങ്ങുന്നില്ലേ? നീ 30 വർഷം ജീവിച്ച ഈ ബോഡിക്ക് ഇനി 30 മിനിറ്റേ ഉള്ളൂ. അതെന്റെ ഹാർട്ട് ബീറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചില്ലേ? മുപ്പത് മിനിറ്റോ? ഇതിന്റെ അർത്ഥം എന്താ? ഇനി നിന്റെ മൂവ. പ്ലീസ് മറുപടി പറയാതെ എന്നോട് കളിക്കാൻ പറയരുത്. 1/2 മണിക്കൂറുണ്ട്. സമയം കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനിപ്പോൾ പറഞ്ഞേക്കാം. ഇനി പറ, ഞാനിപ്പോഴും മരിച്ചിട്ടില്ലേ? ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, മരിച്ചെങ്കിൽ എന്ത് പറയും? രണ്ടിലേതാ സത്യം? രണ്ടും സത്യമാ. നിന്റെ അവസ്ഥ ഇപ്പോൾ അതാ. എന്റെ ഇമോഷൻ വെച്ച് കളിക്കരുത്. ഇവിടെ എന്താ നടന്നത്, എന്താ നടക്കാൻ പോകുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറയൂ പ്ലീസ്. കഴുത്തെ പിടിച്ച് തള്ളിയ കൈ ഇപ്പോൾ കൈ കൂപ്പി നിൽക്കുന്നത് കണ്ടില്ലേ? ഇഷ്ടമായി? പറയുന്നത് കേക്ക്. സൂയിസൈഡ് ചെയ്യാനുള്ള നിന്റെ ഉറച്ച തീരുമാനം നിനക്ക് ശരീരമില്ലാതാക്കി എൻ്റെ കയ്യിൽ വന്നു ചേർന്നു. ഓരോ ഹ്യൂമൻ ബോഡിക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ ആ ബോഡിക്കും ഉണ്ട്. ബോഡിയിൽ തിരികെ കയറാൻ 25 മിനിറ്റ് ഉണ്ട്. തിരിച്ചു പോയില്ലെങ്കിൽ എന്താണ് നീ ആഗ്രഹിച്ചത് അതുപോലെ സംഭവിക്കും. പക്ഷെ ഇത്തവണ ശാശ്വതമാണ്. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സാധാരണ കച്ചിത്തുരുമെന്നൊക്കെ പറയില്ലേ? ബട്ട് നിന്റെ ബാഡിലൊക്കെ നിന്റെ സോൾ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. പ്ലീസ് എന്നെ വെറുതെ വിട്. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്ക്. ഇവിടെ എത്തിയതുപോലെ എളുപ്പമല്ല തിരിച്ചു പോകാൻ. ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താ അത്? ബോഡിയിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ? ഉണ്ട്. ജീവിക്കണമെന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ജയിക്ക്. ജയിച്ചാൽ എനിക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായും. പക്ഷെ നീ ജയിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. എന്നെ പേടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ എതിർത്ത ആദ്യത്തെ ആളാ നീ. അത്ര എളുപ്പത്തിൽ വിടാൻ പറ്റുമോ? കളിക്ക്. എന്നോട് കളിച്ച് ജയിച്ചാൽ നിനക്ക് പോകാം. ആലോചിച്ച് ചെയ്യും. ഈ കളി ഞാനും തമ്മിൽ എന്താ ബന്ധം? അത് ഗെയിം കഴിയുമ്പോൾ മനസ്സിലാകും. ജയിച്ചാലാണോ? തോറ്റാലും മനസ്സിലാകും. നിനക്കെല്ലാം അറിയാലോ. നിനക്കും അറിയണമല്ലോ. വെറുതെ എൻ്റെ ടൈം കളയല്ലേ? എനിക്ക് വെറും 22 മിനിറ്റേ ഉള്ളൂ. തോക്കാൻ പോകുന്ന കളിയിൽ ഇത്രയും ഫോക്കസോ? ഇഷ്ടമായി. നീ ഇപ്പൊ പറയും. നീ സംസാരിച്ചു കഴിയുന്നവരെ ക്ലോക്ക് ഓടി. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവൻ്റെ സംസാരം കേട്ടില്ലേ?
നീ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കടാ. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ലാൻഡ് പേപ്പേഴ്സ് കൊടുത്തു. പ്രോപ്പർട്ടി എല്ലാം ആ ബാങ്കുകാർ സീസ് ചെയ്തു. കൺമുമ്പിൽ സംഭവിച്ച ഒരു ആക്സിഡന്റ് സഹായിക്കാന്ന് കരുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആക്സിഡന്റ് കേസിൽ എന്നെ തന്നെ ഫ്രെയിം ചെയ്തു. അങ്ങനെ 1-2 പേരൊന്നുമല്ല, ഡെലിവറി ചെയ്ത ഡോക്ടർ മുതൽ ശ്മശാനത്തിൽ കർമ്മം ചെയ്യുന്ന ആൾ വരെയും എല്ലാവരും സ്വാർത്ഥര് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൊസൈറ്റിക്ക് സെറ്റാവാത്തെ. കാട്ടിലെ മൃഗങ്ങൾ പോലും വിശന്നാലെ വേട്ടയാടും. എന്നാൽ ഇവിടെയുള്ള മനുഷ്യരുടെ വിശപ്പ് എന്ത് ചെയ്താലും തീരത്തേയില്ല. അതേ ലോകം തന്നെയാണ് വേദയെ എനിക്ക് സമ്മാനിച്ചത്. എൻ്റെ ഉള്ളിൽ ഏത് ക്വാളിറ്റിയാണോ അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത് അത് തന്നെ എന്നോട് മാറ്റാൻ പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പം നീ കാരണമാ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയേ. അങ്ങനെ മനസ്സിലാക്കിയിട്ടും ജീവിക്കാൻ പറ്റാത്തൊരു ജീവിതം എൻ്റെ. 20 മിനിറ്റേ ഉള്ളൂ, വന്ന് കളിക്ക്. ക്ലോക്ക് പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്ലോക്കാണ് നിന്നത്, സമയമല്ല. ഈ സമയത്ത് എന്നെ വഞ്ചിക്കുകയാണല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ നേച്ചർ അങ്ങനെയാ. എന്നെ എന്തിനെങ്ങനെ വഞ്ചിക്കുന്നേ? വൈറ്റ് ഇപ്പോൾ ബ്ലാക്കായി. അതെ, വഞ്ചിച്ചതാ. 70 വർഷത്തെ ആയുസ് 30 വർഷത്തിൽ ഒതുക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോ വഞ്ചിക്കണ്ടേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ജനിക്കുന്ന എല്ലാവർക്കും ഓരോ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. പാതിയിൽ ക്വിറ്റ് ചെയ്താൽ വിധിക്കപ്പെട്ട ആയുഷ്കാലം വരെ ശരീരമില്ലാതെ ഇരിക്കും. പക്ഷെ സന്തോഷവും സങ്കടവും വേദനയും എല്ലാം നീയും അനുഭവിക്കും. അതിനെല്ലാവരെയും പോലെ ശരീരം ഉണ്ടാവില്ല എന്ന് മാത്രം. എല്ലാത്തിലും വേദനിക്കുന്ന ഒരു ആത്മാവ് മാത്രമായി മാറും നീ. പിന്നീട് ജീവിതമുണ്ടാവില്ല. അപ്പോൾ നിനക്ക് മനസ്സിലാകും മരണമല്ല ജീവിതമാണ് സുഖമെന്ന്. സൂയിസൈഡ് ഒരു തെറ്റ് മാത്രമല്ല, അതൊരു കൊലപാതകമാണ്. യു കില്ലിംഗ് എ സൺ, എ ഫാദർ, എ ബ്രദർ, എ ഹസ്ബൻഡ്, എ സിറ്റിസൺ. അവരെ എല്ലാവരെയും കൊല്ലുന്നതിന് തുല്യമാണ്. കണ്ടില്ലേ നീ തീരുമാനിച്ച സൊല്യൂഷൻ എത്ര തെറ്റായിരുന്നുവെന്ന്? ഇപ്പൊ കാണും നിന്റെ മരണം 1-ാം ദിവസം. രണ്ടാം ദിവസം. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല മാഡം. സൂസൈഡ് കേസായതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇൻഷുറൻസ് കിട്ടില്ല. ഇതെന്ത് 3-ാം ദിവസം നോക്ക്. ഇപ്പൊ നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. എല്ലാ സ്വത്തും എന്റേതാ. നിന്റെ ഭർത്താവ് പോകുന്ന സമയത്ത് ഈ വീട് എന്റെ പേരിലാക്കി. അത് ഞാൻ തന്നെ എഴുതി വാങ്ങിയതാ. പക്ഷേ എന്തൊക്കെയായാലും നീ എന്റെ മകളെ പോലെ തന്നെയാ. ഞാൻ എന്തിനു നിന്നെ തള്ളി പുറത്താക്കണം? അതറിഞ്ഞ് നീ തന്നെ ഇറങ്ങിപ്പോയാൽ നിനക്ക് നല്ലത്, കേട്ടോ? എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു പെൺകുട്ടിയല്ലേ. ഇത് കയ്യിൽ വയ്ക്ക്. ദാ. കണ്ടില്ലേ നടക്കാൻ പോകുന്നത് ഇങ്ങനെയാ. അവൾ പേരൻസിനെയും വിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നതാ. ഇനി തിരിച്ചു പോകാനും പറ്റില്ല. അവർക്ക് വേണ്ടി നീ ഒന്നും ബാക്കി വെച്ചില്ല. ആ പാവങ്ങളെ ആര് നോക്കും? കാട്ടിലെ മൃഗങ്ങളെക്കാളും ഭീകരമാണ് നാട്ടിലെ മനുഷ്യർ. അതുപോലുള്ള മൃഗങ്ങൾക്കിടയിൽ അവളെ നീ തനിച്ചാക്കി. കരയുന്നത് തെറ്റാ. നിനക്കിനി ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് മൂവ്. അന്ന് ഞാൻ, ഇന്ന് ശിവരാമൻ സാർ. കളി കഴിഞ്ഞില്ലേ, ഇനി ഷട്ടർ താഴ്ത്താം. എന്താടാ പല്ലി, നിന്നെ ഇങ്ങനെയാണോ തോപ്പിച്ചേ? നീ മിണ്ടാതിരിക്കടാ.
ശിവരാമ സാർ ജയിച്ചാൽ മതിയായിരുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, വഞ്ചിക്കുന്നവനെ വിജയമുള്ളൂ. എന്താ ശരിയല്ല ഞാൻ പറഞ്ഞേ? നീ പോയി ആ ചളിക്കുണ്ടി പോയി നീന്ത്. സമയം ചേട്ടാ, ശിവരാമൻ സാറ് ജയിക്കോ? അത് ഞാൻ പറയില്ല. പക്ഷെ കലിയെ എതിർത്തുകൊണ്ട് ആർക്കും ജയിക്കാൻ കഴിയില്ല. എന്താ സാർ, എപ്പോഴെങ്കിലും നിങ്ങൾ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്താ ബാക്കിയുള്ളത്? എന്നെ എന്തിനാ നോക്കുന്നത്? ഇതൊരു ഫെയർ ഗെയിം അല്ല. എന്താ ഫെയർ ഗെയിം? കളിക്കുന്നതിന് ഒരു എത്തിക്സ് വേണം. എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം, കേൾക്കാനും പറയാനും എത്തിക്സ് നല്ലതാ, ജീവിക്കാൻ അത് പോരാ. നിന്റെ കാര്യം നോക്ക്, ജയിക്കാൻ വേണ്ടിയല്ലേ കളിക്കുന്നത്. ഇപ്പൊ തോറ്റോണ്ടിരിക്കുക, ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്റെ എത്തിക്സ് കൊണ്ട് എന്ത് കാര്യമുള്ളത്? അത് നിന്നെ ജയിപ്പിക്കുന്നില്ല, നിന്നെ രക്ഷിക്കുന്നില്ല. റൂൾസ് ലൈഫിൽ ഇല്ലാതിരിക്കാം, എന്നാൽ ഗെയിമിൽ അതില്ലേ? ആ റൂൾസ് വെച്ചതേ ഞാനാ. ഞാൻ തോക്കും അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്നോട് കളിക്കാൻ പറയുന്നേ? ഒന്നും പാതി വഴിയിൽ നിർത്തരുത്. ഗെയിം ആയാലും ശരി, ലൈഫ് ആയാലും ശരി. ഇതെന്റെ ലൈഫാ, നീ ആരാ ഡിസൈഡ് ചെയ്യാൻ? നിനക്ക് ആരാ ലൈഫ് തന്നെ? ആര് തന്നാലെന്താ? കഷ്ടപ്പെടുന്നത് ഞാൻ, ജീവിക്കുന്നത് ഞാൻ തന്നെയാ. ഗെയിം കളിക്കാൻ പറഞ്ഞു, ജയിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇതെന്താ ഓപ്ഷൻ തരാതെ പിന്നെ എന്തിനാ എന്നോട് കളിക്കാൻ പറയുന്നേ? മനസ്സിലായോ? ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഇവരെന്താടാ ചെയ്തോണ്ടിരിക്കുന്നേ? ടെൻഷൻ കാരണം എന്റെ തല പൊട്ടുന്ന തോന്നുന്നേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ വാലറ്റ് പോയാലും അത് വീണ്ടും വളരും. ഇവിടെ ആരാ ജയിക്കാൻ പോകുന്നതെന്ന് പറ. ഞാൻ പറയില്ല. ഇവനൊരുത്തൻ. മനുഷ്യന്മാര് 3 കുരുക്കിപ്പെട്ട ഇവൻ 3 മുള്ളിലാ കൊടുക്കുന്നത്. നീ തോറ്റു ശിവറാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നീ കളിക്കാൻ പറഞ്ഞ കളി ഞാൻ കളിച്ചു. കളിക്കുമ്പോ എല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. എന്നാ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഒരു പ്രശ്നത്തിനും സൂയിസൈഡ് ഒരു സൊല്യൂഷൻ അല്ല. അതിപ്പോ ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്കിനിയും ജീവിക്കണമെന്നുണ്ട്. കുടുംബവുമായി സന്തോഷത്തോടെ ജീവിക്കണം. എനിക്കൊരു ചാൻസ്, ഒരേ ഒരു ചാൻസ്. തോക്കിലേറുന്നവന്റെ പോലും അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിക്കും. ഇതെന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് കണ്ട് എനിക്കൊരു ചാൻസ് പ്ലീസ്. ചാൻസ് നിനക്ക് വേണ്ടിയോ നിന്റെ ഫാമിലിക്ക് വേണ്ടിയോ? ഫാമിലിയുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഞാൻ ജീവനോടെ വേണ്ടേ? എന്നെ വിശ്വാസമുണ്ടോ? ഇത്രയും നാള് വിശ്വസിച്ച് ജീവിച്ചു, ഇനി ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നു. നിനക്കിപ്പോ ഈ കളിയുടെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞു ശിവറാം. ഇനി പറയുന്നത് കേക്ക്. ഞാനൊരു പ്രശ്നം പോലെയാ. നീ എങ്ങനെ നോക്കി കാണുന്നു അതായിരിക്കും ഞാൻ. നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഓൾ റൈറ്റ്, കളിക്ക്. ലാസ്റ്റ് മിനിറ്റ് ഫെയർ ഗെയിം കളിക്കാം. നീ പറഞ്ഞതുപോലെ കളിക്കാം. ഒരേ ഒരു കോയിൻ മാത്രം, ഒരേ ഒരു സ്റ്റെപ്പ് മാത്രം, 1 മിനിറ്റ് മാത്രം. നീ ജയിച്ചാൽ നിന്നെ ഞാൻ തിരികെ വിടാം. ടൈം സ്റ്റാർട്ട്സ് നൗ. ഒറ്റ കോയിൻ, ഒറ്റ സ്റ്റെപ്പ്. ജയിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നു. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ കാലത്തെ മാറ്റിയില്ലെങ്കിലും ഭാവിയെ മാറ്റും. അത് ഗെയിമായാലും ശരി, ജീവിതമായാലും ശരി. കളിക്കുന്നതെല്ലാവരും സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഞാൻ മാത്രം ജീവിക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ സൂയിസൈഡാണെന്ന് കരുതി. എന്നാൽ അതാണ് പ്രോബ്ലം എന്ന് മനസ്സിലായി. അത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഗെയിം ജയിച്ചേ പറ്റൂ. ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് ഹോപ്പ്. ജയിച്ചാൽ ജീവിതം, തോറ്റാൽ മരണം ഒരിക്കലും വരില്ല. കാരണം ഞാൻ എപ്പോഴേ മരിച്ചതാണ്.
ശിവറാം, എന്താ ഇത്? അയ്യോടാ, ജീവിതത്തിൽ തോറ്റിരുന്നാലും ഗെയിമിലെങ്കിലും ജയിച്ചല്ലോ. കഷ്ടപ്പെട്ടല്ലേ ജയിച്ചത്. ചിലപ്പോൾ ഇനിയെങ്കിലും മാറുമായിരിക്കും. മരണം നേരിൽ കണ്ടവന് ബാക്കിയെല്ലാം വളരെ നിസ്സാരമാണ്. ഇനി അവൻ പോരാടും. അടുത്തതെന്താ? We're about to take off. We're about to get lost. It's a sign of love and hope. Our story's still untold. വേണ്ടെന്ന് പറഞ്ഞാലും നീ എന്നെ അനുസരിക്കില്ലല്ലോ. ഇനി എന്റെ വീടിന്റെ വാതിപ്പടി ചവിട്ടരുത്. നന്നായിട്ട് ആലോചിക്കുക. ഹലോ അച്ഛാ. It can't be wrong, just a screaming ഹീറോയിന്റെ കരിയർ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. സൂൺ യു വിൽ ബി ഔട്ട്. ഷോർട്ട്ലി. ആരാ നിങ്ങള്? ഒരു ഗെയിം കളിച്ച് സംസാരിക്കാം.